മനയെന്നതു പോലെ നീ എൻ മകനെ, നീ എൻ സ്വന്തം. വേണ്ട മകനെ, ഭയലേശം ഞാൻ വേറിടില്ലിനി ഒരു നാളും. ഒരുമിച്ച് പാടാം. വേണ്ട മകനെ, ഞാൻ വേറിടില്ലിനി ഒരു നാളും. ഒരിക്കൽ കൂടി. വേണ്ട മകനെ, ഭയലേശം ഞാൻ വേറിടില്ലിനി ഒരു നാളും. നിന്റെ മുറിവുകളെല്ലാം ഞാൻ തൈലം തേച്ചു സുഖം പകരാം. നിന്റെ മുറിവുകളെല്ലാം ഞാൻ തൈലം തേച്ചു സുഖം പകരാം. നിന്റെ നൊമ്പരമഖിലം ഞാൻ മുൾമുടിയായൻ ശിരസേറ്റാം. നിന്റെ നൊമ്പരമഖിലം ഞാൻ മുൾമുടിയായൻ ശിരസേറ്റാം. വേണ്ട മകനെ, ഭയലേശം ഞാൻ വേറിടില്ലിനി ഒരു നാളും. വേണ്ട മകനെ, ഭയലേശം ഞാൻ വേറിടില്ലിനി ഒരു നാളും. എന്റെ കൈകളിൽ നിന്നും നീ എന്നും പോകരുതേ മകനെ. എന്റെ കൈകളിൽ നിന്നും നീ എന്നും പോകരുതേ മകനെ. നിനക്കു വേണ്ടി പിടയുന്നു അനുദിനമലിവോടൻ ഹൃദയം. നിനക്കു വേണ്ടി പിടയുന്നു അനുദിനമലിവോടൻ ഹൃദയം. വേണ്ട മകനെ, ഭയലേശം ഞാൻ വേറിടില്ലിനി ഒരു നാളും. വേണ്ട മകനെ, ഭയലേശം ഞാൻ വേറിടില്ലിനി ഒരു നാളും. ഉള്ളം തകർന്ന മർത്യാനീയൻ ഉള്ളം കൈകളിലാണല്ലോ. അമ്മയ്ക്കോ മനയെന്നതു പോലെ നീ എൻ മകനെ, നീ എൻ സ്വന്തം. വേണ്ട മകനെ, ഭയലേശം ഞാൻ വേറിടില്ലിനി ഒരു നാളും. വേണ്ട മകനെ, ഭയലേശം ഞാൻ വേറിടില്ലിനി ഒരു നാളും. വേണ്ട മകനെ, ഭയലേശം ഞാൻ വേറിടില്ലിനി ഒരു നാളും.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. റുഹായെ നന്ദി, റുഹായെ സ്തുതി, റുഹായെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ ഈ മണിക്കൂറിൽ നമ്മുടെയൊക്കെ ജീവിത അവസ്ഥകളെക്കുറിച്ചും ജീവിതശൈലിയെക്കുറിച്ചും ഇത്തിരി കൂടി ഗാഢമായി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരു കുടുംബവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവരാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് അറിയത്തില്ലാത്തവരിവിടെ ആരുമില്ല. ആ അറിവ് എത്രമാത്രം ശുദ്ധമാണ്, എത്രമാത്രം ഒതന്റിക്കാണ് എന്നത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ദൈവം നമുക്ക് ഒരുപാട് സാധ്യതകൾ തന്നു കുടുംബജീവിതത്തിലേക്ക്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഇത്തിരി കാഴ്ചപ്പാടുകൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ് ഈ മണിക്കൂറിൽ. പലപ്പോഴും നമ്മൾ എത്രമാത്രം ജീവിച്ചാലും, കുടുംബത്തിൽ ജീവിച്ചാലും, നമുക്ക് പിന്നെയും ആഗ്രഹമുണ്ട് നമ്മൾ കേൾക്കേണ്ട വിഷയം കുടുംബജീവിതമാണെന്ന്. വിവാഹ വാർഷികത്തിൻ്റെ 50-ാം വാർഷികം, സുവർണ ജൂബിലി കഴിഞ്ഞ കാരണവന്മാരെ ഒരു ഫൊറോന പള്ളിയിൽ ഒരുമിച്ച് ചേർത്തു. അവിടെ അവർക്ക് ഒരു സന്ദേശം കൊടുക്കുവാൻ എളിയദാസിനോട് ഫൊറോന വികാരിച്ചൻ ആവശ്യപ്പെട്ടു. അവിടെ ചെന്നു. 50 വർഷം, അതായത് എല്ലാവരും ഏതാണ്ട് 70 വയസ്സ് കഴിഞ്ഞവരാണ്. ഈ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും അടുത്ത് ഇത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞ്, ഇച്ചിരി കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് പോരാന്നാണ് ഞാനും വിചാരിച്ചത്. അങ്ങനെ അവരുടെ അരികിൽ ചെന്ന് അവരൊരു 70 ജോഡി ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ. അപ്പം 140 പേര് മേലെ ഉണ്ട്. ഇവരെല്ലാവരും ഈ അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സന്ദേശം കൊടുക്കുക. അവരുടെ ഒരു ഗ്രൂപ്പിൽ അവർക്ക് ഭക്ഷണമുണ്ട്, ഇത്തിരി പ്രോഗ്രാംസൊക്കെ മറ്റുള്ളവർ അവർക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർക്കൊരു വചന സന്ദേശം കൊടുക്കുക. അതായിരുന്നു എൻ്റെ ദൗത്യം. ഞാനതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഒരുങ്ങിയില്ല. കാരണം കാർന്നന്മാരുടെ അടുത്ത് പോകുമ്പോൾ ഒരുങ്ങേണ്ട ആവശ്യമില്ല. അവർ നന്നായിട്ട്, അവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഞാനങ്ങ് ചെന്നു, ഇവരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഇഷ്ടമുള്ള വിഷയം പറയാനായിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇവരെന്നാ ചെയ്തു? ഇവർ പറയുകയാണ്, അച്ഛാ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. 50-ാം വാർഷികം കഴിഞ്ഞാലും ആഗ്രഹം കുടുംബജീവിതത്തെക്കുറിച്ച് ഇനിയും കേൾക്കണം. അതിൻ്റെ ആ മനോഹാരിത, അതിൻ്റെ പ്രത്യേകത, അതിനുണ്ടാകുന്ന ഐശ്വര്യങ്ങൾ,